ഹായ്, ഇതാണ് എൻ്റെ മത്സ്യകന്യക. ഈ ഡ്രസ്സ് എങ്ങനെയാണ് തയ്ച്ചതെന്ന് നമുക്ക് നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് 2 സാറ്റിൻ ഫാബ്രിക്കും 2 നെറ്റ് ഫാബ്രിക്കും ഒരു ലൈനിങ്ങുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എല്ലാം 1/2 മീറ്റർ വീതമാണ് എടുത്തിട്ടുള്ളത്. ഇതെങ്ങനെ വെട്ടണം, എങ്ങനെ തയ്ക്കണം എന്നെനിക്ക് ഒരു ഐഡിയയും ഇല്ല. ഏകദേശം ഒരു അളവൊക്കെ എടുത്ത് ഞാൻ ഇങ്ങനൊരു ഷേപ്പിൽ വരച്ച് ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്കത് നിവർത്തി നോക്കിയപ്പോൾ ഒരു ശരിയായില്ല. അപ്പോൾ വീണ്ടും ഇതുപോലെ ഒരു പീസും കൂടി അവിടെ നിന്ന് വെട്ടിക്കളയാണ്. ഇപ്പം എനിക്ക് ഓക്കെ ആയി. പിന്നെ സാറ്റിൻ തുണി ഇതുപോലെ വെട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പേപ്പറിൽ ആ ഷേപ്പ് ഒന്ന് വരച്ച് ഈ തുണിയിലും അതുപോലെ വരച്ച് വെട്ടിയെടുക്കുകയാണ് ചെയ്തത്. സാറ്റിൻ ആയതുകൊണ്ട് ആ നൂലൊക്കെ ഇളകിപ്പോകാതിരിക്കാൻ വേണ്ടി ഒരു തീയിലിത് ഉരുക്കിയിട്ടാണ് ഞാൻ അറ്റം ഫിനിഷ് ചെയ്തിട്ടുള്ളത്. 2 ദിവസം ലീവ് എടുത്തിരുന്നിട്ടാണ് ഞാൻ ഈ പണിയൊക്കെ ചെയ്യുന്നത്. ഇത് കണ്ടപ്പോൾ എൻ്റെ അമ്മ ചോദിച്ചു, നിൻ്റെ ഒരു ദിവസത്തെ സാലറി പോലും വേണ്ടല്ലോ ഇത് ഓൺലൈനിൽ ഓർഡർ ചെയ്യാമെന്ന്. ഞാനൊരു മറുപടിയും പറഞ്ഞില്ല. കാരണം എൻ്റെ മോളുടെ ആ പരിപാടിയിൽ ഞാൻ തയ്ച്ച് ഈ ഡ്രസ്സ് ഇട്ട് അവൾ നിൽക്കുമ്പോൾ എനിക്ക് ഉണ്ടാവുന്നൊരു സന്തോഷം അത് അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതവളുടെ ബർത്ത്ഡേ ആയാലും അവൾക്ക് വേറെ ഡ്രസ്സൊക്കെ ബർത്ത്ഡേക്ക് വാങ്ങിയാലും എൻ്റെ വക എൻ്റെ കൈ കൊണ്ട് തുന്നിയെടുത്തൊരു ഡ്രസ്സ് ഞാൻ അവൾക്ക് കൊടുക്കാറുണ്ട്. കാര്യം അവൾക്ക് 3 വയസ്സായിട്ടുള്ളൂ, 3 ബർത്ത്ഡേ ആയിട്ടുള്ളൂ. എന്നാലും എനിക്കത് ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് എൻ്റെ എന്ത് ഡ്രസ്സ് തയ്ച്ചാലും അതിലൊരു കുഞ്ഞു കഷ്ണം തുണി ഞാൻ അവൾക്ക് വേണ്ടി എടുത്തു വയ്ക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ അവൾ ജനിക്കണതിന് മുന്നേ തൊട്ട് ഞാൻ എടുത്തു വയ്ക്കാറുണ്ട്. എനിക്കൊരു പെൺകുട്ടി ഉണ്ടായാൽ എൻ്റെ ഈ ഡ്രസ്സിനൊക്കെ മാച്ചായിട്ട് അവൾക്കൊരു ഡ്രസ്സ് തയ്ച്ച് കൊടുക്കണമെന്ന്. അത് കാണുമ്പോൾ എൻ്റെ മോനിക്ക് വിഷമാവാറുണ്ട്. അമ്മ അവൾക്ക് മാത്രം തയ്ച്ചു കൊടുക്കുള്ളൂ എന്ന് പറയും. പക്ഷെ എനിക്ക് ഷർട്ട് തയ്ക്കാൻ അറിയില്ല. എനിക്കിങ്ങനെ കുഞ്ഞ് 2 ഉടുപ്പോ അല്ലെങ്കിൽ വല്ല പട്ടുപാവടയോ ഒക്കെ തയ്ക്കാൻ അറിയുള്ളൂ. ഇങ്ങനെ പീക്കോക്ക് കളറുള്ള ഒരു സാറ്റിനും പിന്നെ ഒരു പിങ്ക് കളറുള്ള സാറ്റിനാണ് നമ്മളെടുത്തത്. ഇതുപോലൊന്ന് സൂക്ഷിച്ച് മുറിച്ചെടുക്കണം. സൂക്ഷിച്ച് മുറിച്ചില്ലെങ്കിൽ ആ ഷേപ്പൊക്കെ ഒന്ന് മാറിപ്പോവേ. ഞാൻ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരോട് പറഞ്ഞതല്ല കേട്ടോ, എന്നെപ്പോലെ വല്ലപ്പോഴും ഒന്ന് വെട്ടി തയ്ക്കുന്ന ആൾക്കാരോട് പറഞ്ഞതാണ്. ഇതൊരുക്കുമ്പോഴും ഇങ്ങനെ സൂക്ഷിച്ച് ഓരോ ഭാഗം നോക്കി കൊടുക്കണം. തീ അതിൽ വീഴാനും പാടില്ല. ഞാൻ വല്ലാത്ത എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഇതൊക്കെ ചെയ്യുമ്പോൾ. എന്താവും ഒന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇത് തയ്ച്ച് വന്നിട്ട് മോൾക്ക് പാകമാവോ, ഇട്ട് നോക്കുമ്പോൾ ഇനി അവൾക്ക് വല്ല അസ്വസ്ഥതയാകുമ്പോൾ അവൾ വേണ്ടാന്ന് പറയുമോ, അങ്ങനെ എല്ലാം ആലോചിച്ചാണ് ഞാനിത് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. നല്ല രസമുള്ളൊരു പ്രോസസ്സായിരുന്നു കേട്ടോ. ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു, എന്താവും എന്നറിയാത്തതുകൊണ്ട്. എല്ലാ തുണിയിൽ നിന്നും ഇത്രയാണ് കിട്ടിയത് നമുക്ക്. ഇനി ഇതുപോലെ ഓരോന്ന് വെച്ച് നോക്കി അളന്ന് വെട്ടി അടിച്ചു കൊടുക്കണം. ആദ്യം ഞാനിതുപോലെ 3 കർവ് വരുന്ന ഒരു ലെയർ വെച്ചു, പിന്നെ 4 എണ്ണമുള്ളത് വെച്ചു. അങ്ങനെ ഓരോന്ന് വെച്ച് നോക്കി വെട്ടിയിട്ടാണ് ഞാൻ തയ്ച്ച് കൊടുത്തിരുന്നത് കേട്ടോ. പിന്നെ അവസാനം ആ 3 ലെയറിൻ്റെ താഴെയായിട്ടൊരു 2 എണ്ണമുള്ളതും പിന്നെ ഒരെണ്ണമുള്ളതും കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു അവസാനം കേട്ടോ. ഞാൻ തയ്ക്കുമ്പോൾ ഇതുപോലെ തുണിയൊക്കെ ഇങ്ങനെ പിടിക്കുന്നുണ്ടായിരുന്നു. തുണി ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ടാണോ ഇനി എൻ്റെ മെഷീൻ്റെ കംപ്ലൈൻ്റ് ആണോ എന്നറിയില്ല. അപ്പോൾ അതൊക്കെ ഒന്നൊന്ന് ലെവലാക്കി ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്തിട്ടാണ് അടുത്തത് വെച്ച് കൊടുത്തിരുന്നത് കേട്ടോ. അങ്ങനെ ഓരോ ലെയറായിട്ട് ഇങ്ങനെ തയ്ച്ച് കൊടുക്കുക. ഓൾട്ടർനേറ്റായിട്ട് കളറുകൾ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതേ മെത്തേഡിൽ ബാക്ക് പാർട്ടും കൂടി ഇതുപോലെ തയ്ച്ചെടുക്കണം. എനിക്ക് എന്തൊരു സന്തോഷമായിരുന്നു എന്നറിയോ ഇതൊക്കെ ചെയ്തെടുക്കുമ്പോൾ. അത് എൻ്റെ മോളിതിട്ട് നടക്കുന്നത്, അവളിങ്ങനെ ചിരിക്കണത് എല്ലാം ആലോചിച്ചാണ് ഞാൻ സന്തോഷത്തോടെ വളരെ എൻജോയ് ചെയ്തിട്ടാണ് ഞാനിത് തയ്ച്ചെടുത്തത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊന്നും തയ്ച്ചെടുക്കുന്നത്. സാധാരണ ഡ്രസ്സുകളൊക്കെ തയ്ക്കാറുണ്ടായിരുന്നെങ്കിലും ഇതുപോലൊരു വെറൈറ്റി ആയിട്ട് തയ്ച്ചെടുത്തത് ആദ്യമായിട്ടാണ്. പിൻട്രസ്റ്റിൽ ഞാനിതിൻ്റെ ഒരു പിക്ക് നോക്കി, അത് ഓൾട്ടർനേറ്റായിട്ടല്ലായിരുന്നു കളറ്, ഈ കളറുകൾ തന്നെ. പക്ഷേ ആദ്യം ഈ പീക്കോക്ക് തന്നെ ഒരു 3-4 ലെയർ കഴിഞ്ഞിട്ട് താഴ്ഭാഗത്താണ് ആ പിങ്ക് ഷെയ്ഡ് വന്നിരുന്നത്. അതിനേക്കാൾ എനിക്ക് തോന്നിയത് ഇതാണ് നല്ലതെന്ന്. അപ്പോൾ ആ പിക്ചറൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അതുപോലെ ആവുമോ, അതുപോലെ ആയാൽ നല്ല രസമായിരിക്കും. അവളതിട്ട് നടക്കുന്നതൊക്കെ ഇങ്ങനെ ഓർത്ത് അവളാണ് എന്നോട് പറഞ്ഞത്, അമ്മേ ഫാൻസി ഡ്രസ്സിന് എനിക്ക് ഫിഷിൻ്റെ പോലത്തെ ഡ്രസ്സ് മതിയെന്ന്. കാര്യം അവൾക്ക് 3 വയസ്സായിട്ടുള്ളെങ്കിലും അവൾക്ക് ഇത് എവിടെ നിന്നാണ് കിട്ടിയതെന്നൊന്നും എനിക്കറിയില്ല.
ഞാൻ ആദ്യം ഒരു ശകുന്തളൊക്കെ ആക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. അവളുടെ ക്ലാസ്സിലൊരു മലയാളി മങ്ക ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു ആളുടെ കോസ്റ്റ്യൂമൊക്കെ കാണുമ്പോൾ മോൾക്കൊരു വിഷമാവും. ശകുന്തളയാവുമ്പോൾ വൈറ്റ്, മുല്ലപ്പൂവ് അങ്ങനെയൊക്കെ കളറാവുമ്പോൾ ചിലപ്പോൾ അവൾക്കതൊരു അട്രാക്ഷൻ തോന്നില്ല. ആ നേരത്ത് ചിലപ്പോൾ എൻ്റെ അടുത്ത് പിണങ്ങും. അതുകൊണ്ടാണ് ഞാനപ്പോൾ വേറെ ആക്കാമെന്ന് വിചാരിച്ചത്. ഈ ഒരു ലെയർ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 2 കർവ് ഭാഗം കൂടിച്ചേരുന്ന ഭാഗത്താണ് അടുത്തത് വെക്കേണ്ടത്. അടുത്തതിൻ്റെ കർവ് ഭാഗം വയ്ക്കേണ്ടത്. അങ്ങനെ നോക്കിയിട്ട് വേണം വെച്ച് കൊടുക്കാൻ. അങ്ങനെ ഓരോ ലെയറായിട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അറ്റത്താവുമ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടിയും അവൾക്ക് ഇറക്കം കൂടിപ്പോയിന്ന്. അപ്പോൾ ഞാൻ അവിടെ വെച്ചിട്ട് നിർത്തുകയാണ്. ഇനി ഒരു പട്ടിക്ക് ഇതുപോലൊരു തുണി എടുക്കുക, ഇങ്ങനെ തയ്ച്ച് കൊടുക്കുക. ബാക്ക് പോർഷനിൽ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കണം. ഫ്രണ്ടിൽ ഇതുപോലെ തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ മെഷർമെൻറ്റോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല. എന്തോ ഒരു ധൈര്യത്തിൽ തയ്ച്ച് പോകുന്നു എന്ന് മാത്രം. 2 ഭാഗത്തും ഈ പട്ടകളൊന്ന് അറ്റാച്ച് ചെയ്തിട്ട് ഇവർ ജോയിൻ ചെയ്തൊന്ന് അടിക്കുക. എല്ലാ ഭാഗവും ചേർത്ത് പിടിച്ചിട്ട് വേണം തയ്ച്ചെടുക്കാൻ. ആ മീനിൻ്റെ ചെതമ്പലൊന്നും വേറെ ഇതിൻ്റെ മുകളിലേക്കൊന്നും കയറിപ്പോവാതെ തയ്ച്ചെടുക്കണം. ഞാനൊരു ഭാഗം വരെയും തയ്ച്ചിട്ട് മോൾക്ക് വെച്ച് നോക്കിയപ്പോൾ അവൾക്ക് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ അടിപ്പ് കുറച്ച് വിടിയിച്ചിട്ട് എന്നിട്ടാണ് ബാക്കി ചെയ്തത് കേട്ടോ. ഇനി താഴത്തെ ഭാഗത്തേക്കുള്ള നെറ്റ് കട്ട് ചെയ്തെടുക്കുക. ഈ 1/2 മീറ്റർ നീളത്തിൽ ഈ കളർ നെറ്റ് ഞാൻ നീളത്തിൽ മുറിച്ചെടുത്തു. മറ്റേ പിങ്ക് ഷെയ്ഡുള്ള നെറ്റ് ഞാൻ 3 പീസായിട്ടാണ് കട്ട് ചെയ്തത്. അപ്പോഴാണല്ലോ അതിൻ്റെ ലെയറായിട്ട് കിടക്കുക. വേറെ അളവിൽ വേണമല്ലോ കിടക്കണമെങ്കിൽ. 1 ഇഞ്ച് അകലത്തിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നൂലിങ്ങനെ വലിച്ചെടുക്കുകയാണ് ചെയ്തത് നമ്മൾ പ്ലീറ്റ്സ് എടുക്കാനായിട്ട്. എന്നിട്ടത് ബാക്കി നമ്മൾ തയ്ച്ച് വെച്ചതിൽ ഓരോ ലെയറായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അറ്റാച്ച് ചെയ്യുമ്പോൾ മറ്റേ ഭാഗത്തൊന്നും കയറിപ്പോവാതെ നോക്കണം. ആദ്യം ചെറിയ ലെങ്ത്തുള്ള നെറ്റ്, പിന്നെ വലുത്, അങ്ങനെ വേണം അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ. കുറച്ച് സ്റ്റോണൊക്കെ ഒട്ടിച്ച് സ്റ്റൈലാക്കുക. പിന്നെ ഒരു ബോ ടൈപ്പ് ടോപ്പ് കൂടി ഇട്ട് കൊടുത്താൽ നമ്മളെ ഡ്രസ്സ് റെഡിയായി.